പനിക്കണക്കുകളുടെ എണ്ണം കൂടി പോകുന്നതിനിടയ്ക്കാണ് ഈ പനി സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധയെയോ കണ്ട് മരുന്ന് വാങ്ങണമെന്ന് പറയുന്നത്. സംസ്ഥാനത്ത് പനി കണക്കുകൾ ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ്. തിരുവനന്തപുരത്ത് പനിക്ക് പുറമെ കോളറയും പടരുന്നുണ്ട്. മഞ്ഞപ്പിത്തവും H1N1 മലപ്പുറത്ത് ആശങ്കയുണ്ടാക്കുന്നത്. അമൽ തേനമ്പറമ്പിലും അരുൺ അമൃതനാഥും ഉണ്ട് നമ്മുടെ ഒപ്പം. ആദ്യം അമൽ തേനമ്പറമ്പിലേക്ക്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ പനിയുടെ കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കോളറയുടെ കാര്യമുണ്ട്, H1N1 ഉണ്ട്. തലസ്ഥാനത്ത് അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ പനിയുടെ ഒരു സ്ഥിതി എങ്ങനെയുണ്ട്? ആശുപത്രികളൊക്കെ സജ്ജമാണോ? മോത്തി, ഓരോ ദിവസവും പനി എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവും ഒരു ദിവസവും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 13,000-ന് മുകളിലായിരുന്നു പനി രോഗികളെങ്കിൽ ഇന്നലെ അത് 12,000-ൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു കുറവ് എന്നൊന്നും പറയാൻ കഴിയില്ല. വളരെ കുറച്ച് ആളുകളുടെ കുറവ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇന്നലത്തെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കണക്ക് എന്ന് പറയുന്നത് ഒറ്റ ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിനിടെ പനി ബാധിച്ച് മരിച്ച ആളുകളുടെ എണ്ണം 11 ആണ്. അതിലൊരു കോളറ മരണമാണ്. നമ്മുടെ നാട്ടിൽ പനി ബാധിച്ച് ചികിത്സ തേടി എത്തുന്നതിൽ 11 പേരൊക്കെ ഒരു ദിവസം മരിക്കുക എന്ന് പറയുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കണക്ക് തന്നെയാണ്. സമീപകാലത്തൊന്നും ഇത്ര വലിയ കണക്കിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. ഈ രാവിലെ തന്നെ ജനറൽ ആശുപത്രിയിൽ ഈ പനി ചികിത്സയ്ക്കായി ഈ ക്യൂ നിൽക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും പനി ചികിത്സയ്ക്കായി തന്നെ വന്നിരിക്കുന്നവരാണ്. മാത്രമല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള ഒരു കൂടുതൽ ആശങ്ക എന്ന് പറയുന്നത് കോളറ വ്യാപനം തന്നെയാണ്. നമ്മളത് കഴിഞ്ഞ കുറേ ദിവസം ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ കൂടി അതിൻ്റെ തീവ്രത ഓരോ ദിവസം കൂടുന്തോറും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചത് 5 പേർക്കാണ്. അതായത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം 11 മാറിയിരിക്കുന്നു. ആ 11 പേരിൽ എല്ലാവരും തന്നെ തിരുവനന്തപുരംകാരാണ് എന്നുള്ളതാണ്. അതും അവിടെ ഒരു സ്വകാര്യ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ അന്തേവാസികളായിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല, അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടി വരും. കാരണം അവരെല്ലാവരും ഈ ഭിന്നശേഷിക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അവരെ ശുശ്രൂഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നമ്മൾ ഇന്നലെ ആ കാരുണ്യ എന്ന് പറയുന്ന ആ എത്തിയിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അതിൻ്റെ നടത്തിപ്പുകാരും മറ്റുമൊക്കെ നമ്മളോട് പറഞ്ഞതാണ് അവരുടെ വീട്ടുകാർ പോലും, ഈ കുട്ടികളുടെ ഒന്നും വീട്ടുകാർ എല്ലാവരും തന്നെ കുട്ടികളാണ്. അതിനകത്ത് ഒരാൾ മാത്രമാണ് ആയയായുള്ളത്. ബാക്കി എല്ലാവരും കുട്ടികളാണ്. ആ കുട്ടികളെ ഒന്ന് നോക്കാൻ പോലും അവരുടെ വീട്ടുകാർ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയുണ്ട്. ഈ സ്ഥാപനത്തിലെ അധികൃതരാണ് അവരെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നതും മറ്റും. അവർക്കായി ഒരു ഐസൊലേഷൻ വാർഡ് ഐരാണിമുട്ടത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ആ വാർഡിലാണ് 9 പേരുള്ളത്. ബാക്കിയുള്ള 3 പേർ ഇപ്പോൾ മെഡിക്കൽ കോളേജിലും ഉണ്ട്. അങ്ങനെ ഇത്രയും അധികം ആളുകൾക്ക് കോളറ കൂടി സ്ഥിരീകരിക്കുന്നതോടെ 2017-ന് ശേഷം കോളറ സ്ഥിരീകരിച്ചു എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ 11 പേര് എന്നുള്ളൊരു കണക്ക് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം 2017-ന് ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊന്ന് ഇന്നലെയും ഉണ്ടായിട്ടുണ്ട്. അത് കോളറയാണ് എന്നാണ് സംശയിക്കുന്നത്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഒരാൾ നേരത്തെ കോളറ സ്ഥിരീകരിച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ ആശുപത്രിയിലെ ക്രമീകരണങ്ങളെല്ലാം സജ്ജമാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്നലത്തെ കണക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ 13,000 ആളുകളൊക്കെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ പ്രശ്നമുള്ള ആളുകളെ മാത്രമാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം മരുന്ന് നൽകി പറഞ്ഞയക്കുകയാണ്. അതായത് സാധാരണ നിലയിൽ പനിയുമായി ആശുപത്രിയിൽ എത്തുമ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ആളുകളെയൊന്നും നിലവിൽ എന്തായാലും അഡ്മിറ്റ് ചെയ്യുന്നില്ല. അവരെ മരുന്ന് നൽകി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ആശുപത്രിയിലെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നമുള്ള ചില ആളുകളെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു എന്നുള്ള ആരോപണങ്ങളും ഈ സമയത്ത് ഉയരുന്നുണ്ട്. എന്തായാലും മരുന്നടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും കൂടുതൽ മരുന്ന് വേണ്ടി വന്നാൽ അതിനുള്ള ഓർഡർ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ട് എന്നുള്ളതുമാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മോത്തി. ശരി അമൽ. അരുൺ അമൃതനാഥ് ചേരുന്നു മലപ്പുറത്ത് നിന്നും. അരുൺ, മഞ്ഞപ്പിത്ത ബാധയിൽ ഒരു ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ H1N1 പോലെയുള്ള മറ്റ് വൈറൽ പനികളും പടർന്നുകൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് സംസ്ഥാനത്തുടനീളം കാണാനാവുന്നത്. അവിടെ വടക്കൻ ജില്ലകളുടെ ഒരവസ്ഥ എന്താണ്? മലപ്പുറം ജില്ലയുടെ സ്ഥിതി എന്താണ്? പനിക്കണക്കുകളും മേലോട്ട് തന്നെയാണോ? മോത്തി, മലപ്പുറത്തെ തുടക്കം മുതലേയുള്ള ഒരു ആശങ്ക മഞ്ഞപ്പിത്തം തന്നെയായിരുന്നു. ഈ ജാനുവരി മുതൽ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു വ്യാപനം തുടങ്ങിയിരുന്നു. ആദ്യത്തെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നത് ഈ പോത്തുകൽ മേഖലയിലായിരുന്നു. അതായത് നിലമ്പൂരിനോട് അടുത്തുള്ള മേഖലയിലാണ്. പോത്തുകൽ എടക്കര മേഖലയിലായിരുന്നു. പിന്നീട് വള്ളിക്കുന്നിലും ഒരു രോഗവ്യാപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ ജൂലൈ 1 മുതൽ 9 വരെയുള്ള കണക്കിൽ 51 മഞ്ഞപ്പിത്ത കേസുകളുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഏറ്റവും പുതുതായി ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിലമ്പൂർ മേഖലയിലാണ്. കൊല്ലം സ്വദേശിയായ ഒരു
ഒരു അധ്യാപകനാണ് മരിച്ചത്. 10 ദിവസം മുമ്പായിരുന്നു രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. അങ്ങനെ ലക്ഷണങ്ങൾ കാണിച്ച് കരളിനെ ബാധിച്ചാണ് പിന്നീട് മരണം സംഭവിക്കുകയുണ്ടായത്. അപ്പോൾ ഇങ്ങനെ മരണം വരുമ്പോൾ അത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മോത്തി ചോദിച്ചിലേക്ക് വരികയാണെങ്കിൽ ഈ പ്രതിദിന പനിക്കണക്കും കൂടുതൽ തന്നെയാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണക്കുകൾ പരിശോധിച്ചപ്പോൾ പല ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിൽ കൂടിയാണ്. അപ്പോൾ മലപ്പുറത്തെ ഒരു സ്ഥിതിഗതി എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ടോ? ചികിത്സ കൂടുതൽ ആളുകളൊക്കെ പനി ബാധിച്ചെത്തുമ്പോൾ മലപ്പുറത്ത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ നഗരസഭയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതിൽ നഗരസഭയെക്കാളും താല്പര്യപൂർവ്വം നമ്മൾ മെഡിക്കൽ സൂപ്രണ്ട് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബിൽഡിങ് അരനൂറ്റാണ്ട് പിന്നിട്ടതിൻ്റെ പേരിൽ ആ ബിൽഡിങ് ഒഴിവാക്കി ഇവിടെ അഡ്മിറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് താൽക്കാലികമായി സ്വകാര്യ കെട്ടിടത്തിൽ അഡ്മിറ്റ് ആരംഭിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാടക കാര്യത്തിലൊക്കെ ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നഗരസഭേൻ്റെ കാര്യത്തിൽ നഗരസഭ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ സൂപ്രണ്ട് വളരെയധികം ഉത്സാഹപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരോ സമയത്തും അദ്ദേഹം ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. നഗരസഭാ ചെയർമാനും അക്കാര്യത്തിൽ വളരെയധികം താല്പര്യപൂർവ്വം ആശുപത്രിക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഭീഷണിയായിട്ടൊന്നും നമ്മുടെ നഗരസഭയിലില്ല. ചില ഭാഗങ്ങളിൽ ചെറിയ തോതിൽ കണ്ടിരുന്നു. അവരിങ്ങനെ വീട്ടുകളിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി കണ്ടെത്തിയാൽ തന്നെ ആശുപത്രിയിൽ ചികിത്സ തന്നെ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയിട്ട് സ്വകാര്യ ആയുർവേദം അതുപോലുള്ള മരുന്നുകൾ കഴിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതിനെല്ലാം സഹകരിക്കും. അതെ മോത്തി, അത്തരത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശവും അത്തരത്തിലുണ്ട്. അപ്പോൾ ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും ജാഗ്രത വേണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യക്ഷമമായ സംവിധാനങ്ങൾ കൂടി നമുക്ക് വേണം എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള സുരക്ഷാ സംവിധാനങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ ഈ രോഗത്തെ പ്രതിരോധിക്കാനായി നമുക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. മഞ്ഞപ്പിത്തത്തിന് പുറമെ H1N1 കേസുകൾ കൂടി മലപ്പുറത്ത് ആശങ്കയായിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 33 കേസുകളാണ് കണക്ക് പ്രകാരം ഉള്ളത്. അതിൽ 12 കേസുകൾ ഒരാഴ്ചക്കിടെ വന്നതാണ്. ഈ രോഗവ്യാപനത്തിന് ആശങ്കയുണ്ടോ എന്നൊരു സംശയം ആരോഗ്യവകുപ്പിനുണ്ടായത്. അപ്പോൾ അത്തരത്തിൽ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകട്ടെ. സംവിധാനങ്ങളെല്ലാം കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ച് രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് മോത്തി. ശരി.